ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ പേരുടെ ഡൗട്ട്സാണ്. ഇപ്പോൾ കറക്ഷൻ സമയമാണോ, എപ്പോഴാണ് കറക്ഷൻ സമയം, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് അല്ല, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി, ഇനി എന്താണ് ചെയ്യേണ്ടത്, കൺഫർമേഷൻ ബട്ടൺ ഇതുവരെ വന്നില്ല, കൺഫർമേഷൻ ഡൺ എന്ന് കാണിക്കുന്നു, ഇനി കൺഫർമേഷൻ ബട്ടൺ വരുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സാണ്. മാക്സിമം ഡൗട്ട്സൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വോയിസ് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ഇട്ടു, ഷോർട്സ് ഇട്ടു, എന്നിട്ടും എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയോട് കൂടി നിങ്ങളുടെ ഡൗട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് ഈ വീഡിയോ കേട്ട് നോക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് ദയവ് ചെയ്ത് കാണുക. പലരും വീഡിയോ കാണില്ല, ആദ്യമേ വരും, കമൻ്റ് ഇടും. ആ കമൻറ്റിൽ ഉത്തരം കിട്ടണ വരെ കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ കമൻ്റ് ഇടുന്നതിന് പ്രോബ്ലം ഇല്ല, പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകും. അതായത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരിക്കും വീഡിയോ ചെയ്യുന്നത്, പക്ഷേ അതിൽ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയാറുണ്ട്. എല്ലാ വീഡിയോസിലും ഇല്ല, എന്നാലും ചില വീഡിയോസിൽ നമ്മൾ ഓപ്ഷൻ വെക്കേണ്ട ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ വീഡിയോ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. പിന്നെ പലരോടും പറയാനുള്ളത്, കമൻറ്റ് സെക്ഷനിലുള്ള കമൻറ്റിന് എല്ലാത്തിനും റിപ്ലൈ തരാത്തത്, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോസും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരും റിപ്ലൈ മനഃപൂർവ്വം തരാത്തതാണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ടാകും. നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ സിഗ്നേച്ചർ അപ്ലോഡഡ് ആണ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് കംപ്ലീറ്റ് ആണ്, അവിടെ ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് കാണിക്കുന്നതിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നാണ്. ഇനി ആപ്ലിക്കേഷൻ എൻട്രി കംപ്ലീറ്റ് ആണ്, ആപ്ലിക്കേഷൻ കൊടുത്തതെല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് എന്ന് കാണിക്കും, ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കും. മാർക്ക് എൻട്രി കംപ്ലീറ്റ് ആണ്, നിങ്ങൾ കൊടുത്ത മാർക്ക് എൻ്റർ ചെയ്തു, അതും കംപ്ലീറ്റ് ആയി. പലരും പറഞ്ഞതാണ് മാർക്ക് തെറ്റിപ്പോയി. ഇത് നിങ്ങൾ കറക്ഷൻ സമയത്ത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്കപ്പോൾ എഡിറ്റ് ഓപ്ഷൻ വരികയാണെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പിന്നെ ചോദിച്ചതാണ് റീവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് മാർക്ക്. റീവാലുവേഷൻ്റെ മാർക്ക് താനെ ആഡ് ആകും, എന്നാൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറക്ഷൻ ടൈമിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, കറക്ഷൻ ടൈമും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഒരുപാട് പേര് ഈ ഡൗട്ട് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കിൻ്റെ കാര്യം ബേസ് ചെയ്ത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങളെടുത്ത് കണ്ടു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റേർഡ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതവിടെ ആ പച്ച കത്തിയിരിക്കുന്നതെല്ലാം കംപ്ലീറ്റ് ആണ്, മനസ്സിലായോ? ഇനി ഫൈനൽ കൺഫർമേഷൻ ഡൺ. ഇവിടെ കുറേ പേർക്ക് ഡൗട്ടുണ്ട്. ഇതിൽ ഫൈനൽ കൺഫർമേഷൻ ഡൺ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളവർക്ക് കൺഫേം ബട്ടൺ മിക്കവാറും വരാൻ ചാൻസും ഇല്ല. എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്യണം. LBSൻ്റെ കാര്യമാണ്, അപ്ഡേറ്റൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ 2024 പ്രതീക്ഷിച്ച പോലത്തെ അപ്ഡേറ്റ്സ് അല്ലായിരുന്നു. അതുകൊണ്ട് ഓരോ വർഷവും നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ്സ് മാത്രമായിരിക്കും നിങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഫൈനൽ കൺഫർമേഷൻ ഡൺ ആണെങ്കിൽ, കൺഫേം ബട്ടൺ വന്നിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട. വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. വരുന്നുണ്ടെങ്കിൽ മാത്രം കൺഫേം കൊടുക്കുക, ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട, പേടിക്കേണ്ട, വറീഡാവണ്ട. ജൂലൈ 28 വരെ വെയിറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കുട്ടികൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? വീഡിയോ ഒന്നുകൂടി കേട്ട് നോക്കാം കേട്ടോ. ആരും ടെൻഷൻ അടിക്കാതെ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അക്സെപ്റ്റഡ് ഡേറ്റ നോട്ട് പബ്ലിഷ്ഡ്. ഇത് ജൂലൈ 28 വരെ ഇത് നോട്ട് പബ്ലിഷ്ഡ് ആയിരിക്കും, പേടിക്കേണ്ട. ആ സമയമാകുമ്പം അക്സെപ്റ്റഡ് ഡേറ്റ പബ്ലിഷ് ആവുന്നതായിരിക്കും, കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്നുള്ളത്. നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് നോട്ട് പബ്ലിഷ്ഡ്. റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ലെന്ന് നമുക്കറിയാം. റാങ്ക് ലിസ്റ്റ് വരുമ്പം അതും അവിടെ കംപ്ലീറ്റ് ആണെന്ന് കാണിക്കും. അലോട്ട്മെൻറ്റ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ആണ്. അതൊന്നും ഇപ്പോൾ വരില്ല, അതൊന്നും ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട.
പലരും പറഞ്ഞതാണ് സൈറ്റ് എറർ. ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്, ലക്ഷക്കണക്കിന് സ്റ്റുഡൻസാണ് LBSൽ അപ്ലൈ ചെയ്തത്. എല്ലാവരും കൂടി ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ എന്തായാലും അവിടെ എറർ സംഭവിക്കും. അതുകൊണ്ട് അതും കണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇൻഎഫിഷ്യൻറ്റ് ക്രെഡൻഷ്യലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടാവും, അലേർട്ട്, ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടാവും. അതൊന്നും കണ്ട് ദയവ് ചെയ്ത് പേടിക്കരുത്. അതെല്ലാം LBS വെബ്സൈറ്റിൻ്റെ എറർ മാത്രമാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഒക്കെ ഈ എറർ വരും. കാരണം സൈറ്റ് ബിസി ആണെന്ന് നമ്മളിപ്പോൾ അക്ഷയ സെൻറ്ററിൽ പോയാൽ പറയില്ലേ, അതുപോലെ സൈറ്റിൽ എല്ലാവരും കൂടെ കയറുമ്പോൾ അത് ബിസി ആയിട്ട് എറർ ആവുന്നതാണ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതുപോലെ നമുക്ക് വരുന്ന ഡേറ്റിന് തന്നെ ഇതെടുത്ത് തുറന്നു നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തില്ലെന്നും പറഞ്ഞ് വെറുതെ ടെൻഷൻ ആവരുത്. നമുക്ക് കുറച്ച് ടൈം പീരീഡ് LBS തരും. പക്ഷേ ആ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ചെയ്യാൻ കറക്റ്റ് അപ്ഡേറ്റ്സ് അലേർട്ടായിട്ട് അറിയണം എന്ന് മാത്രം. അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടികൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. കാരണം ഇപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, എൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ആ നോട്ടിഫിക്കേഷൻ സ്വൈപ്പ് ചെയ്ത് കളയും. ഈ സ്വൈപ്പ് ചെയ്ത് കളയുന്നത് ഒരു 10-12 സ്വൈപ്പ് നിങ്ങൾ കളഞ്ഞിട്ട് പിന്നീട് ചാനലിൽ കയറി നോക്കുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ യൂട്യൂബുകാർ അയക്കത്തില്ല. അതൊരു പുതിയ പോളിസിയാണ്. ഇതൂടെ ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ റീസൺ പലർക്കും സമയത്ത് അപ്ഡേറ്റ് അറിയാൻ പറ്റാതായി പോകരുത് എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി. അപ്പോൾ ഈ കുട്ടിയുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡോക്യുമെൻറ്റ്സും പക്കയാണ്, കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ സ്ക്രീനിൽ വന്നിട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ടത് കൺഫേം ബട്ടൺ വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. മാക്സിമം വരത്തില്ലായിരിക്കും. അപ്പോൾ കാരണം നിങ്ങളുടെ കൺഫർമേഷൻ ഡൺ ആണ്, മനസ്സിലായോ? അതുകൊണ്ട് വരത്തില്ലായിരിക്കും. ഡൺ ചെയ്യാത്തവർക്കായിരിക്കും കൂടുതലും കൺഫർമേഷൻ വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ കൺഫേം ഉറപ്പായിട്ടും കൊടുക്കണം. ഓക്കെ, കൺഫർമേഷൻ ഡണ്ണ് എന്ന് കൊടുത്തിട്ടുള്ള കുട്ടികൾ കൺഫേം ബട്ടൺ വരാത്തതിൽ ടെൻഷൻ അടിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ജൂലൈ 28 വരെ ദയവ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പേഷ്യൻ്റോടുകൂടി വെയിറ്റ് ചെയ്യുക. ഇനി കൺഫർമേഷൻ ഡണ്ണിൻ്റെ അവിടെ ഒന്നും വന്നിട്ടില്ല, അതായത് ഡൺ എന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ബട്ടൺ അവിടെ വരും. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഫൈനലൈസ് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കൺഫർമേഷൻ ഡൺ എന്ന് കാണിക്കുന്നു, ചേച്ചി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരവും, അതുപോലെ തന്നെ കൺഫർമേഷൻ്റെ അവിടെ ഒന്നും വന്നിട്ടില്ല, റെഡ് കളറിൽ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞത് കേട്ട് നോക്കുക. നെക്സ്റ്റ് ഇങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? കൺഫേം കൊടുക്കുക. ഇതാണ് കൺഫേം ബട്ടൺ. ആ പച്ച കളറിൽ കാണുന്നില്ലേ, അവിടെ എൻട്രീസ് ആർ കറക്റ്റ് എന്ന് പറയുന്ന ആ പോയിൻറ്റും കൊടുത്തിട്ട് വേണം കൺഫേം ചെയ്യാൻ. നെക്സ്റ്റ്, ഇനി തെറ്റുകളൊക്കെ പറ്റിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരും കറക്ഷൻ റിക്വയർഡ്, അതായത് എനിക്ക് കറക്ഷൻ സമയത്ത് കറക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞ ബോക്സിൽ ടിക്ക് കൊടുത്തിട്ട് കൺഫേം ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കൺഫർമേഷനാണ് ഈ പറഞ്ഞു വരുന്ന കൺഫേം എന്ന് പറയുന്നത്. അത് എല്ലാവരും ചെയ്യണം. ഓക്കെ, കറക്ഷൻ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ചെയ്യണം. കറക്ഷൻ റിക്വയർഡ് എന്ന് കൊടുത്തിരിക്കുന്ന ബോക്സിൽ ഡോട്ട് കൊടുത്തിട്ട് കൺഫേം ചെയ്യണം കറക്ഷൻ ഉള്ള കുട്ടികൾ. കറക്ഷൻ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, കറക്ഷൻ ടൈം വരുന്നത് ജൂലൈ 28 ശേഷമാണ്. ഈ ജൂലൈ 28 വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങൾ കൊടുത്ത ഡേറ്റാസ്, അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം LBSകാർ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരിഫൈ ചെയ്തിട്ട് ഇത് അക്സെപ്റ്റ് ആക്കണോ റിജക്റ്റ് ആക്കണോ, ഇതാണ് ഇപ്പോൾ അവർ ചെയ്യുന്ന പണി. ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളവർക്ക് ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റിജക്റ്റ് പോയി, കറക്ഷൻ ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് മാറ്റി ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളോട് പറയാനുള്ളത് ജൂലൈ 28 വരെ ചെയ്യാനുള്ള കാര്യം എന്താണ്? ഇതിൽ കറക്ഷൻ റിക്വയർഡ് ആ ഡോട്ട് കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ജൂലൈ 28 വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം എന്തായാലും നിങ്ങൾ റിജക്റ്റ് ആണല്ലോ, റിജക്റ്റായി തന്നെ ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അടുത്തത് ജൂലൈ 28 ശേഷം കറക്ഷൻ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കാം. അതിനുശേഷം കറക്ഷൻ ടൈം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ അക്ഷയയിൽ പോയി ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഇപ്പോഴും ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നേ ഉള്ളൂ, വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റ് എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഡേറ്റ ഇപ്പോഴും LBS വെരിഫൈ ചെയ്യുന്നേ ഉള്ളൂ. അതിനർത്ഥം നിങ്ങൾക്ക് റിജക്റ്റ് ആവുമെന്നോ അക്സെപ്റ്റ് ആവുമെന്നോ അല്ല. അത് അക്സെപ്റ്റഡ് എന്നും റിജക്റ്റഡ് എന്നും വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളും ടെൻഷൻ അടിക്കാതെ വെയിറ്റ് ചെയ്യുക.
ഞാൻ ഓൾറെഡി ചാനലിൽ ഇടയ്ക്ക് പോസ്റ്റ് ഇടാറുണ്ട്, നിങ്ങൾ അതും എടുത്ത് നോക്കണം. ഞാൻ ഇന്ന് പോസ്റ്റ് ഇട്ടതാണ്. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എനിക്കൊരു സ്ക്രീൻഷോട്ടും അതിൻ്റെ ഡൗട്ടും ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റ് റിജക്റ്റഡ് ആയിട്ടുള്ളവരുടെയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് തരാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആരുടെതും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്രീനിൽ ആഡ് ചെയ്യാത്തത്. ക്വസ്റ്റ്യൻ, ഇതുവരെയും കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാമോ? നോ. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞതാണ്, നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലും പറഞ്ഞതാണ്. എന്നാലും ഇപ്പോഴും ഡൗട്ടാണ്. നോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കറക്ഷൻ ടൈമിലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ LBSൽ എഡിറ്റ് ഓപ്ഷൻ അവർ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ എന്തേലും ഡിഫറെൻ്റ് ആയിട്ട് എഡിറ്റ് ഓപ്ഷൻ വരുവാണെങ്കിൽ നിങ്ങളെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. പലരും NRI ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ ആദ്യമേ പോയി LBSൽ രജിസ്റ്റർ ചെയ്തു. നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി ഓക്കെ ആക്കിയിട്ട് മാത്രം പോയി ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. പക്ഷേ മിസ്റ്റേക്സ് ചെയ്തു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമുക്കിപ്പോൾ ആ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ മാർക്ക് വെച്ച് ബാക്കി സീറ്റിൽ നമുക്ക് കയറാൻ നോക്കാം. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞ പല കുട്ടികളും റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അതും നമുക്കിനി പുതുതായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തുവോ, അതിലെന്തൊക്കെ തെറ്റുകൾ വന്നുവോ, അതെല്ലാം നിങ്ങൾക്ക് കറക്ഷൻ സമയത്ത് ശരിയാക്കാൻ പറ്റും. ഇനിയും ഞാൻ മനസ്സിലായില്ലെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെൻ്റെ 4ാമത്തെ വീഡിയോയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായ എല്ലാവരും മനസ്സിലായെന്ന് എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.